Hello, my dear students. Today I am going to discuss about what is market segmentation. You have a simple idea about what is market segmentation and what are its importance. Market segmentation is actually dividing market into different segments on the basis of nature of customer or the basis of the characteristics of the market. ഒരു കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഒരേ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അവർ ഓരോ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം അവരുടെ ഉൽപ്പന്നങ്ങളിൽ വൈവിധ്യം കൊണ്ടുവന്ന് അവർ മാർക്കറ്റ് പിടിക്കാൻ നോക്കുന്നു. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നമ്മൾ മാരുതി സുസുക്കി എന്നുള്ള കാർ കമ്പനിയുടെ കാര്യമൊന്നും ആലോചിക്കുക. മാരുതി സുസുക്കിക്ക് ഏറ്റവും കുറഞ്ഞ റേഞ്ചിലുള്ള ഓൾട്ടോ കാർ മുതൽ മാരുതി 800 ഓൾട്ടോ കാറുണ്ട് അല്ലേ. അതിനുശേഷം അപ്പം അത് ആ ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമർ ലോ ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്തരം കാറുകൾ വാങ്ങാം. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ മോടി പിടിപ്പുള്ള വാഗനർ, സ്വിഫ്റ്റ് ഡിസയർ, എർട്ടിക, ഇങ്ങനെ ഹൈ മോഡൽ അല്ലേ, ബലേനോ, ഇങ്ങനെയുള്ള ഹൈ മോഡലിലേക്ക് പോകാറുണ്ട്. അതെന്തിനു വേണ്ടിയാ? എന്താ ഒരു കാർ തന്നെ അത് ചൂസ് ചെയ്യാത്തത്? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വ്യത്യസ്ത തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് ഉള്ളത്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് വ്യത്യസ്ത തരത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ടാറ്റ എന്നുള്ള കമ്പനി മുമ്പ് കാലത്ത് ട്രക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനുശേഷം ആ ട്രക്കിലുള്ള അതിനുശേഷം അവർ ഉൽപ്പന്ന വൈവിധ്യത്തിന് വേണ്ടി അവർ കാറ് വിപണിയിലേക്ക് വന്നു. അവർ ഇൻഡിക്ക മുതൽ അല്ലേ, ടാറ്റ ഒരുപാട് നെക്സോൺ, ഒരുപാട് കമ്പനികൾ, ഒരുപാട് വെറൈറ്റി ഓഫ് കാർസ് അവർ വിപണിയിൽ ഇറക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? പലതരത്തിലുള്ള കസ്റ്റമറുണ്ട് അല്ലേ. പ്രായം കൊണ്ടും അവരുടെ ഇഷ്ടം കൊണ്ടും അവരുടെ ലോക്കൽ നേച്ചർ കൊണ്ടും അവർ താമസിക്കുന്ന ചുറ്റുപാട് കൊണ്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും ഒക്കെ വ്യത്യസ്തരാണ്. അപ്പോൾ മാർക്കറ്റും അതേപോലെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ മാർക്കറ്റ് മുറിക്കണമെന്നല്ല പറയുന്നത്, കസ്റ്റമേഴ്സിനെ അത്ര പല വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവരിലേക്ക് എത്തിച്ചേർക്കുക. അതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉദ്ദേശം. ക്ലിയർ? വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് കസ്റ്റമേഴ്സ് ഇൻ മാർക്കറ്റ്സ് വിത്ത് സം ഹെട്രോജിനിറ്റി ഇൻടു സ്മാളർ അല്ലേ. വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരെ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മോർ സിമിലർ ഓർ ഹോമോജീനിയസ് സെഗ്മെന്റ് വിത്ത് സിമിലർ റിക്വയർമെന്റ്സ് ആൻഡ് ബൈങ് ആക്ഷൻ. അവർ വാങ്ങുന്ന ബൈങ് ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ആവശ്യം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഹോമോജീനിയസ് സെഗ്മെൻ്റാക്കി മാറ്റിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ വിപണിയിൽ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത സാധനങ്ങൾ വിപണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള, അപ്പോൾ മാർക്കറ്റിൽ റിസർച്ചൊക്കെ നടത്തി ഓരോ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. By carrying out market segmentation, companies are able to develop products and services that are appropriate for particular target segments and to be supported by the appropriate marketing mix. ഇങ്ങനെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുമ്പോൾ കമ്പനിക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഓരോ സെഗ്മെന്റിനും അനുസരിച്ചുള്ളത് പ്രത്യേകം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓരോ സെഗ്മെന്റിലും ഓരോ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോഴും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ഉപയോഗിക്കാനും പറ്റും. മാർക്കറ്റിംഗ് മിക്സ് വെച്ചതാണ് പ്രൊമോഷണൽ പ്രൈസ്, പ്രൊമോഷൻ ചാർജ്, പ്രോഡക്റ്റിൻ്റെ നേച്ചർ, ഇതിനുള്ള ഫോർ ആട്രിബ്യൂട്ട്സ് ഓഫ് മാർക്കറ്റിംഗ് അല്ലേ. പ്രോഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ, ഇങ്ങനെ മാർക്കറ്റിംഗ് മിക്സും അവർക്ക് അവരുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ കഴിയും. ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് ഇസ് ദ ആക്ട് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻടു സ്മാളർ ഗ്രൂപ്പ്സ് ഓഫ് ബയേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ക്ട് നീഡ്സ് അല്ലേ. വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബയേഴ്സിനെ അവരെ ചെറിയ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, വ്യത്യസ്ത സ്വഭാവം അല്ലെ വ്യത്യസ്ത പെരുമാറ്റം. ഹു മൈറ്റ് റിക്വയർ സെപ്പറേറ്റ് പ്രോഡക്ട്സ് ആൻഡ് ഓർ മാർക്കറ്റിംഗ് മിക്സസ്. അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സിനോടായിരിക്കും താല്പര്യം. ചില യങ്ങർ കാറ്റഗറീസ് ഓഫ് ആൾക്കാർ ചിലപ്പം പത്രങ്ങൾ വായിക്കണമെന്നില്ല, അവർ കൂടുതൽ സോഷ്യൽ മീഡിയ ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന മാർക്കറ്റിംഗ് പ്രൊമോഷൻ മിക്സ് എന്നുള്ളത് ആ കാറ്റഗറി ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലുള്ള കസ്റ്റമേഴ്സിന് ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ച് മാർക്കറ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ടാക്ടിക്സ് ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് ഓൾ കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ദ സെയിം വേ ദെൻ ദർ ഷുഡ് ബി നോ നീഡ് ഫോർ സെഗ്മെന്റിംഗ് ദ മാർക്കറ്റ്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ ആഗ്രഹവും ഒരേ ആവശ്യവുമാണ് എങ്കിൽ നമ്മുടെ സെഗ്മെന്റേഷൻ ആവശ്യമേ ഇല്ല, ഒരുമിച്ച് പോയാൽ മതി. The concept of
മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വാസ് ഫോർമുലൈസ്ഡ് ബൈ വെൻഡൽ സ്മിത്ത്. വെൻഡൽ സ്മിത്ത് എന്നുള്ള ഹു പബ്ലിഷ്ഡ് എ സെമിനാർ ആർട്ടിക്കിൾ ഇൻ ദ ജേണൽ ഓഫ് മാർക്കറ്റ് ഇൻ 1956. ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ കൊണ്ടുവന്നത് വെൻഡൽ സ്മിത്ത് എന്നുള്ള ആളാണ്. അയാളാണ് അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അയാളുടെ ബുക്കിൽ എഴുതിയത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഇൻ പ്ലേസ് ഓഫ് മാസ് മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് വിപണി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതിന് പകരം ഗുഡ്സ് വുഡ് ഫൈൻഡ് ദെയർ മാർക്കറ്റ് ഓഫ് മാക്സിമം, സാധനങ്ങൾ അവരുടെ ഫൈൻഡ് ദെയർ മാർക്കറ്റ്സ് ഓഫ് മാക്സിമം പൊട്ടൻഷ്യൽ ആസ് എ റിസൾട്ട് ഓഫ് റെക്കഗ്നേഷൻ ഓഫ് ഡിഫറൻസ് ഇൻ ദ റിക്വയർമെന്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റ്സ്. അയാൾ പറയുന്നത് ഒരു മാസ് മാർക്കറ്റിലേക്ക് പോകുന്നവർ ഓരോ സാധനം ഗുഡ്സ് വുഡ് ഫൈൻഡ് കണ്ടെത്തുക ദെയർ മാർക്കറ്റ് ഓഫ് മാക്സിമം പൊട്ടൻഷ്യൽ, മാക്സിമം വിറ്റഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റ് സെഗ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആസ് എ റിസൾട്ട് ഓഫ് റെക്കഗ്നേഷൻ ഓഫ് ഡിഫറൻസ് ഇൻ ദ റിക്വയർമെന്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റ്, ഓരോ മാർക്കറ്റ് സെഗ്മെന്റിന്റെ ആവശ്യമനുസരിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് തിരിക്കുക. അല്ലാതെ ഒരു മാസ് മാർക്കറ്റിംഗ് ഗുണകരമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മാത്രമേ ഉൽപ്പന്നങ്ങൾ എല്ലാത്തരം ആൾക്കാരിലും എത്തുള്ളൂ. ഇപ്പം മാരുതി ഓൾട്ടോ കാറിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കിയുള്ള കാറ് താല്പര്യമുള്ള ആൾക്കാർ വേറെ കമ്പനിയുടെ കാറിലേക്ക് പോകും. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള, ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമാണ് എങ്കിൽ നമുക്ക് ചോയ്സ് ഇല്ല എങ്കിൽ വേറെ നമുക്ക് എപ്പോഴും ചോയ്സിനോടാണ് താല്പര്യം. അതാണ്. അപ്പം വ്യത്യസ്ത കാറ്റഗറി വേണം. 10 രൂപയുടെ സോപ്പ് വേണം, 12 രൂപയുടെ സോപ്പ് വേണം, 15 വേണം, 20 വേണം, 50 വേണം, 100 വേണ്ട പല കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യസ്തരാണ്. ഓക്കെ, അപ്പം ആ രീതിയിലാണ് സെഗ്മെന്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാറുമായി ബന്ധപ്പെട്ട് നോക്കിക്കേ, കാറ് ഓഫ് റോഡിലുള്ള ഒരു കാറ്, ആ ഒരു മോഡൽ കാറ് ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാറ് വേണം. ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള കാറ്, ഫാമിലിയുടെ ആവശ്യത്തിനുള്ള, അല്ലേ? സെക്കൻഡ് ഫാമിലി കാർ, ക്വാളിറ്റി മാറ്റർ, എൻവയോൺമെന്റ്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറ്റഗറി ആൾക്കാർ താല്പര്യം ആൾക്കാർ പ്രകടിപ്പിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കാർ വിപണിയിൽ ഇറക്കേണ്ട ഒരു ആവശ്യം വരും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. പ്രോസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. എങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടക്കുന്നത്? ഫസ്റ്റ് വൺ, സെഗ്മെന്റിംഗ് ദ മാർക്കറ്റ് യൂസിങ് ദ സെഗ്മെന്റേഷൻ വേരിയബിൾ. നമ്മൾ ആദ്യമേ മാർക്കറ്റിനെ അനുയോജ്യമായ ഘടകങ്ങളായിട്ട് തിരിക്കണം, അനുയോജ്യമായ ഡിവിഷനായിട്ട് മാറണം. അത് സെഗ്മെന്റേഷൻ വേരിയബിൾ. ദ മാർക്കറ്റ് ഷുഡ് ക്ലിയർലി ഡിഫൈൻ എ സെഗ്മെന്റ് സച്ച് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് ദ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് സെഗ്മെന്റ്. അല്ലേ? വ്യത്യസ്ത സെഗ്മെന്റ് ആയിട്ട് തിരിക്കണം. ഒന്നുമായിട്ട് മാച്ച് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട. രണ്ട് സെഗ്മെന്റ് ഒരേപോലെ ആകരുത്. അങ്ങനെയാണെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നത്. ഇൻഡിവിജ്വൽസ് ഇൻ ദ ഗ്രൂപ്പ് ഓർ സെഗ്മെന്റ് ഷുഡ് മോർ ഓർ ലെസ് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ സെഗ്മെന്റിലുള്ള ഉപഭോക്താക്കളുടെ നേച്ചർ ഒരേപോലെ ആയിരിക്കുകയും വേണം. ഉദാഹരണത്തിന്, എ ഡിയോഡ്രൻറ്റ് ഫോർ മെയിൽ കസ്റ്റമർ വിൽ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് നീഡ് ദ ഫീമെയിൽ ഇൻ ദ മാർക്കറ്റ്. അല്ലെ? പെർഫ്യൂമും ഡിയോഡ്രൻറ്റും ആണുങ്ങൾ ഉപയോഗിക്കുന്നതും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടിയുള്ള പെർഫ്യൂം വേറെ, പെണ്ണുങ്ങൾ അങ്ങനെ പ്രത്യേകം വരയ്ക്കുക. രണ്ട് കാറ്റഗറിക്ക് പ്രത്യേകം ഉപയോഗിക്കാൻ പറ്റും. ദിസ് വിൽ കം അണ്ടർ സെഗ്മെന്റിംഗ് ദ മാർക്കറ്റ് യൂസിങ് ഡെമോഗ്രാഫിക് വേരിയബിൾ. അല്ലേ? ആ വ്യക്തികളനുസരിച്ച് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഫാക്ടർ അനുസരിച്ച് മെയിൽസിന് വേറെ, ഫീമെയിൽസിന് വേറെ, അങ്ങനെ നമുക്ക് ആദ്യമേ സെഗ്മെന്റ് ഘടകങ്ങൾ തിരിക്കണം. ഏജ് അനുസരിച്ചിട്ടായിരിക്കാം, മെയിൽ ഫീമെയിൽ കാറ്റഗറി ആയിരിക്കാം, ഓൾഡ് ഏജും യങ് ഏജും ആയിരിക്കാം, അല്ലേ? അങ്ങനെ പല കാറ്റഗറി നമുക്ക് തരംതിരിക്കാം. അതിന് 4 കാറ്റഗറി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. രണ്ടാമത്തെ, ഡെവലപ്പ് പ്രൊഫൈൽ ഓഫ് ദ സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യണം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ഐഡന്റിഫൈഡ്. ഓരോ ഐഡന്റിഫൈഡ് സെഗ്മെന്റിലും അവിടുത്തെ മെമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ആ സെഗ്മെന്റിൽ എത്ര ആൾക്കാർ, അവരുടെ പർച്ചേസിങ് ബിഹേവിയർ, അവരുടെ ഇഷ്ടം അനിഷ്ടം, അവരെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ നമുക്ക് ഓരോ സെഗ്മെന്റിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ആ സെഗ്മെന്റിന് ഒരേ നേച്ചർ ഉള്ളതിനെ നമ്മൾ ഒന്നായിട്ട് മാറ്റണം. ഓൾ ദീസ് ഇൻഫർമേഷൻ ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതെല്ലാം നമുക്ക് സഹായിക്കും, അല്ലേ? ആ സെഗ്മെന്റിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഉൽപ്പന്നം ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പ്രോഡക്ട്സ്, കുട്ടികളുടെ പ്രോഡക്റ്റ് എന്ന് ഇരിക്കട്ടെ, അതിന് ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമ്മൾ ഡ്രസ്സ് നോക്കുന്നു, കുട്ടികൾക്ക് തന്നെ തോളിലെടുക്കുന്ന കുട്ടികളുണ്ട്, അല്ലെ? കൊച്ചു കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കിഡ്സിന്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെയും സബ് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും, അല്ലെ? അങ്ങനെ ഒരു പ്രൊഫൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഓരോ കാറ്റഗറിയിൽ. കിഡ്സിന്റെ ഷർട്ട് അല്ലെ കിഡ്സിന്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ തന്നെ നമ്മൾ വീണ്ടും വ്യത്യസ്ത കാറ്റഗറി തിരിക്കണം. പിന്നെ നമ്മൾ ഡ്രസ്സിനെ തന്നെ നമ്മുടെ ടോപ്പൊന്നും ബോട്ടം തിരിക്കണം. ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യണം. മൂന്നാമത്തെ, ഇവാലുവേറ്റിംഗ് അട്രാക്റ്റീവ്സ് ഓഫ് ഈച്ച് സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റിന്റെയും അട്രാക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ ടു നോ ദ വാല്യൂ ഓഫ് ഈച്ച് സെഗ്മെന്റ്. ഓരോ
സെഗ്മെന്റ് ഗുണങ്ങളും ഏതൊക്കെ സെഗ്മെന്റ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം, കൂട്ടിച്ചേർക്കണം. ഓർഗനൈസേഷൻ അലൈൻ ഇറ്റ്സ് ഒബ്ജക്ട്സ് വിത്ത് ഈച്ച് സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റുമായിട്ട് ഓർഗനൈസേഷൻ അവരുടെ ഒബ്ജക്റ്റീവ് അറേഞ്ച് ചെയ്യണം. ഓരോ സെഗ്മെന്റിന്റെ പൊട്ടൻഷ്യാലിറ്റി, അതുപോലെ തന്നെ അതിന്റെ ലോങ് ടൈം അട്രാക്റ്റീവ്നെസ്, ആ ഓരോ സെഗ്മെന്റിലെ കോമ്പറ്റീഷൻ, ഇപ്പോൾ കുട്ടികളുടെ വിപണിയിലെ കോമ്പറ്റീഷൻ, ഏതൊക്കെ എത്ര ഫേംസ് അവിടെ കോമ്പറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കോമ്പറ്റീഷൻ നോക്കണം. ഓരോ സെഗ്മെന്റിന്റെയും കോമ്പറ്റീഷൻ, ഓരോ സെഗ്മെന്റ് എത്രമാത്രം വിറ്റഴിക്കാൻ പറ്റും, പ്രസന്റ് റിസോഴ്സസ്, ഓരോ സെഗ്മെന്റ് എത്രമാത്രം റിസോഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഓരോ സെഗ്മെന്റിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എത്രമാത്രം ചെലവാണ് ഉണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാറ്റഗറിയാണ്, ഇവാലുവേഷൻ. നാലാമത്തെ സെലക്ടിങ് ദ ടാർഗറ്റ് സെഗ്മെന്റ്. ഒരു ടാർഗറ്റ് സെഗ്മെന്റ് സെലക്ട് ചെയ്യണം. The organization select a segment or segments based on the information from the segments after aligning it with the organization objective. Organization select a segment. Organization ഓരോ സെഗ്മെന്റ് സെലക്ട് ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ഫ്രം ദ സെഗ്മെന്റ്സ് അലൈനിങ് ഇറ്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, ഒരു ഓർഗനൈസേഷൻ ലക്ഷ്യം, അതിന്റെ കേപ്പബിലിറ്റീസ് ഓഫ് ആൻഡ് പൊട്ടൻഷ്യൽ. ഓരോ സെഗ്മെന്റിൽ എത്രമാത്രം നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ. ഓർഗനൈസേഷൻ ക്യാൻ ചൂസ് ടു എൻ്റർ എ സിംഗിൾ സെഗ്മെന്റ് ഓർ മോർ. ഓരോ ഓർഗനൈസേഷനും ഇതാണ് ഒന്നുകിൽ സിംഗിൾ സെഗ്മെന്റിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ. ഉദാഹരണത്തിന് കിഡ്സിൻ്റെ പോകുമ്പോൾ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഡ്രസ്സ് ഐറ്റത്തിലേക്ക് പോകാവുന്നതാണ് അല്ലേ. അങ്ങനെ മെയിൻ ഐറ്റംസ് ന്യൂ ഫേം ക്യാൻ എൻ്റർ. ഒരു മിക്ക സ്ഥാപനങ്ങളിലും ഒരു സിംഗിൾ ഐറ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു, പിന്നീട് ആ ഐറ്റത്തിൽ നിന്ന് വർദ്ധിച്ച് ഇതാണ് അതർ സെഗ്മെന്റിലേക്ക് പോകുന്നു, ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ് ആൻഡ് ദ ന്യൂ സെഗ്മെന്റ് സെക്ടറിൽ. പുതിയ ഇപ്പം ഞാനിത് സിംഗിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ വിഗാർഡ് എന്നുള്ളത് ഒരു സ്റ്റെബിലൈസർ കമ്പനി ആയിരുന്നു അല്ലേ. അതിനുശേഷമാണ് വിഗാർഡിൽ നിന്ന് അവർ വിഗാലാൻഡ്, വി സ്റ്റാർ അല്ലേ, ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഒരുപാട് വിപണിയിലേക്ക് അവർ മാറി പോയത് അല്ലേ. അതുപോലെ ഞാൻ നിങ്ങൾ നേരത്തെ ടാറ്റ ട്രക്ക് ബിസിനസ് ആയിരുന്നു, പിന്നെ അത് പാസഞ്ചർ വെഹിക്കിൾസിലേക്ക് മാറിപ്പോയി. അങ്ങനെ ഓരോന്നും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ ആക്ട് ചെയ്യുമ്പോഴാണ് മറ്റൊരു സെഗ്മെന്റിന്റെ അട്രാക്റ്റീവ്നെസ് അപ്പം അങ്ങോട്ട് മാറുന്നത്. ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ പൊസിഷനിങ് കോൺസെപ്റ്റ് ഫോർ ദ ടാർഗറ്റ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പൊസിഷനിങ് കോൺസെപ്റ്റ് ഫോർ ദ ടാർഗറ്റ്. പൊസിഷനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്പിംഗ് മാർക്കറ്റ് മിക്സ് സ്യൂട്ടബിൾ ഫോർ ദ ടാർഗറ്റ് മാർക്കറ്റ്. പൊസിഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യണം. ഓരോ സെഗ്മെന്റിലും സാധനം ഇറക്കുമ്പോൾ പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യണം. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ദ പ്രോഡക്റ്റ് വിൽ സിറ്റ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം കസ്റ്റമേഴ്സിന്റെ മനസ്സിലേക്ക് എത്തിച്ചത്. ദാറ്റ്സ് എ ബി പ്രോഡക്റ്റ് പൊസിഷനിങ്. ഹൗ എ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ബൈ ദ കസ്റ്റമർ. ഒരു കസ്റ്റമർ എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നത്. ദ ഓർഗനൈസേഷൻ നീഡ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾ 4 P's ഫോർ ഈച്ച് ടാർഗറ്റ് മാർക്കറ്റ്. ഓരോ ഓർഗനൈസേഷനും ഓരോ ടാർഗറ്റ് മാർക്കറ്റിന് വേണ്ടി പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് 4 P's ഡെവലപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് കൺസ്യൂമേഴ്സ് പെർസീവ് സാംസങ് ആൻഡ് സോണി പ്രോഡക്റ്റ് ഡിഫറൻ്റ്ലി അല്ലേ. സാംസങ് ഉപയോഗിക്കുന്ന ആൾക്കാർ സാംസങ് തന്നെ ചില വാങ്ങാറുണ്ട്, സോണിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട് അല്ലേ. അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കുറേ കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജാഗർ കാർ ഒരു ലക്ഷറി കാറായിട്ട് കാണുന്നുണ്ട്, എന്നാൽ ഫെറാറി കാർ ഒരു സ്പോർട്ട് കാറായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെയും നീഡ് വ്യത്യസ്തമായതുകൊണ്ട് ആ രീതിയിലുള്ള പൊസിഷനിങ് ആണ് ഉൽപ്പന്നം വിപണി ഇറക്കലാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് ദ ചോസൺ പൊസിഷനിങ് കോൺസെപ്റ്റ് ആൻഡ് റിവ്യൂ ബിഹേവിയർ. The organization will ensure that the positioning concept is successfully implemented in the target. ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് പൊസിഷനിങ് കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. All the department of the strategic business unit and other functions should work in cohesion with for its success. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ആ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. The communication should be aligned with the product and its positioning in the target market. ഓരോ ഇതിലും ഓരോ വിപണിയിൽ അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റ് ഓഫ് മാർക്കറ്റിലും അതിന്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അതിന്റെ ടാർഗറ്റ് മാർക്കറ്റിന്റെ സക്സസിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഫെയർനെസ് ക്രീം ടാർഗറ്റ് യങ് മെയിൽ കസ്റ്റമറിന് വേണ്ടി നമ്മൾ ഫെയർനെസ് ക്രീം ഇറക്കുമ്പം അതിനകത്തൊരിക്കലും ലേഡീസ് പരസ്യത്തിൽ വരുന്നത്, പ്രൊമോഷനകത്ത് വരത്തില്ല. ലേഡീസിനല്ല പരസ്യത്തിൽ ഉപയോഗിക്കുന്നത്, ജെൻസിന് തന്നെ ഉപയോഗിക്കും അല്ലേ. അതുപോലെ തന്നെ റിവ്യൂ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ പ്രിഫറൻസ് ഓഫ് കസ്റ്റമർ കീപ് ചേഞ്ചിങ് വിത്ത് ടൈം. അതുപോലെ തന്നെ ഓരോ ഉൽപ്പന്നങ്ങൾ വിപണി ഇറക്കുമ്പോൾ കൂടുതൽ റിവ്യൂ ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റും, പുതിയത് കൊണ്ടുവരും അല്ലേ. പിന്നെ സെഗ്മെന്റുകൾ തരംതിരിക്കണേ വീണ്ടും സബ് സെഗ്മെന്റായിട്ട് മാറ്റും. ഇതൊക്കെ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, എന്താണ് ഒരു സെഗ്മെന്റേഷൻ്റെ എഫക്റ്റീവ് സെഗ്മെന്റേഷൻ ക്രൈറ്റീരിയ. ഒരു സെഗ്മെന്റിനെ നമ്മൾ ഒരു മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സെഗ്മെന്റായിട്ട് തിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ. ഒന്ന് മെഷറബിൾ ആയിരിക്കണം. The segment should be such that all its measurable categories like market size, purchasing power, demand can be founded. ഒരു സെഗ്മെന്റ് നമ്മൾ ഒരു മാർക്കറ്റിനെ ഒരു സെഗ്മെന്റ് ആയിട്ട് തിരിക്കും. ഫോർ എക്സാമ്പിൾ
കിഡ്സിൻ്റെ സെഗ്മെൻ്റ് ആയിട്ട്. അപ്പോൾ അത് കൃത്യമായി എത്രയാണ് അതിൻ്റെ മാർക്കറ്റ് സൈസ്, എത്രയാണ് അതിൻ്റെ വാങ്ങൽ ശേഷി, ആൾക്കാർ എത്രയാണ് വാങ്ങുന്നത്, അതിൻ്റെ ഡിമാൻഡ് എത്രയാണ് നമുക്ക് മെഷർ. ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ്ലി മെഷറബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ സബ്സ്റ്റാൻഷ്യൽ ആയിരിക്കണം. എന്താണ്, എ സെഗ്മെൻറ്റ് ഷുഡ് ബി സൈസബിൾ എനഫ് ടു മേക്ക് മോർ ഫേം പ്രോഫിറ്റബിൾ. സബ്സ്റ്റാൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെഗ്മെൻ്റായിട്ട് നമ്മൾ ആ സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലാഭകരമായിരിക്കണം, അല്ലെങ്കിൽ ആ സെഗ്മെൻ്റ് ആവശ്യമില്ല അല്ലേ. ഒരു സെഗ്മെൻ്റായിട്ട് തിരിച്ച് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രമേ സെഗ്മെൻ്റ് ആവശ്യമുള്ളൂ. ആക്സസബിൾ ആയിരിക്കണം. ദ സെഗ്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് പ്രൊഡക്ഷൻ ക്യാൻ റീച്ച് ദ സെഗ്മെന്റ് വയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൻഡ് ദ പ്രൊമോഷൻസ് ക്യാൻ റീച്ച് ദം പ്രോപ്പർ മീഡിയം. ആ ഉൽപ്പന്നം ഒരു സെഗ്മെൻ്റായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ഉൽപ്പന്നം വിപണിയിൽ അത് എത്തിച്ചേരുക, കൃത്യമായ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടായിരിക്കുക, കൃത്യമായ പരസ്യങ്ങൾ ഉണ്ടായിരിക്കുക, പ്രോപ്പർ മീഡിയയിലൂടെ അത് വിപണിയിൽ എത്തണം. ആക്സസബിൾ, ആൾക്കാർക്ക് അത് എവിടെ നിന്നും വാങ്ങാൻ പറ്റണം. ആ കാറ്റഗറി ഓഫ് ആൾക്കാരെ അത് സാറ്റിസ്ഫൈ ചെയ്യണം, എത്തിച്ചേർക്കണം. ഡിഫറൻഷ്യബിൾ, ഓൾ സെഗ്മെന്റ് ഷുഡ് ബി ഡിഫറെന്റ് ദാൻ ഈച്ച് അതർ ആൻഡ് ഷുഡ് നോട്ട് ബി ഓവർലാപ്പ്. ഒരിക്കലും സെഗ്മെന്റുകൾ ഒരേപോലെ ആകാൻ പാടില്ല. അങ്ങനെ ആയെങ്കിൽ പിന്നെ സെഗ്മെന്റ് കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു സെഗ്മെന്റ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. എപ്പോഴും സെഗ്മെന്റായിട്ട് തിരിക്കുന്നത് ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പിനെ ഒരു സെഗ്മെന്റ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇഫ് ദ ഡു they should come under one segment. ഒരേപോലെ വരുന്നത് ഒരു സെഗ്മെന്റ് ആക്കി വരിക. ദാറ്റ് ഈസ് ഇഫ് മോർ ദാൻ one segment responds similarly to one kind of marketing means they should be grouped in one segment. ഒന്നിൽ കൂടുതൽ സെഗ്മെന്റ് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്, ഒരേ ആൾക്കാർക്ക് ഒരേ താല്പര്യമാണെങ്കിൽ അതിനെ ഒറ്റ സെഗ്മെന്റ് ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ എപ്പോഴും സെഗ്മെന്റ് ആകുമ്പോൾ ഡിഫറൻഷിയേറ്റബിൾ ആയിരിക്കണം, ഹെട്രോജീനിയസ് ആയിരിക്കണം. ആ ഹെട്രോജീനിയസിൽ നിന്ന് നമ്മളിനെ ഹോമോജീനിയസ് ആക്കുമ്പോഴാണ് ഒരു സെഗ്മെന്റ് ആവുന്നത്. ഒരേപോലെ ആണെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യണം. ആക്ഷണബിൾ, ദ സെഗ്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. എപ്പോഴും ഒരു സെഗ്മെന്റിൽ കൃത്യമായ മാർക്കറ്റിംഗ് പ്രോഗ്രാം അത് സർവേ മുതൽ അതിന്റെ പ്രൊമോഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്താൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഒരു സെഗ്മെന്റിൽ, ഇത്രയുമാണ് സെഗ്മെന്റ് പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയ. മെഷറബിൾ ആയിരിക്കണം, സബ്സ്റ്റാൻഷ്യൽ ആയിരിക്കണം, ലാഭകരമായിരിക്കണം, ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റണം, ഡിഫറൻഷിയേറ്റബിൾ ആയിരിക്കണം, ആക്ഷണബിൾ ആയിരിക്കണം അല്ലേ. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന സെഗ്മെന്റ് ആയിരിക്കണം. എന്താണ് ഒരു മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ ഇമ്പോർട്ടൻസ്? ഒന്ന്, മാർക്കറ്റ് ടാർഗറ്റ് മാർക്കറ്റ്. ദ മെയിൻ റീസൺ ഇസ് ടു ഹെൽപ്പ് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് മാനേജേഴ്സ് ഹാവ് എ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ മാർക്കറ്റ് പ്ലേസ് ആസ് ദേ ഗെയിൻ നോളജ് ഓഫ് ഡിഫറിംഗ് കൺസ്യൂമർ നീഡ്സ് വിത്തിൻ സെയിം മാർക്കറ്റ്. മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡ്, ഓരോ കസ്റ്റമേഴ്സിന്റെ സെയിം നീഡ് അനുസരിച്ചിട്ടുള്ള മാർക്കറ്റ് കാറ്റഗറീസ് ആൾക്കാർ മാർക്കറ്റ് മാനേജേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, കസ്റ്റമേഴ്സ് ഉണ്ട്. മാർക്കറ്റ് മിക്സ്, സ്യൂട്ടബിൾ മാർക്കറ്റ് മിക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. കോമ്പറ്റേറ്റീവ് പൊസിഷൻ, ഇറ്റ് ക്യാൻ ബി ഈസിയർ ടു കോമ്പീറ്റ് against existing firms by focusing upon a smaller, more defined group of consumers അല്ലേ. നമുക്ക് എപ്പോഴും നമുക്ക് എതിരാളിയായിട്ടുള്ള കോമ്പീറ്റിംഗ് ഫേംസുമായിട്ട് നല്ല കോമ്പറ്റീഷൻ വരുത്താൻ പറ്റുന്നു. അങ്ങനെ അനുസരിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു. പുതിയ അവസരങ്ങൾ, ക്രിയേറ്റീവ് അപ്രോച്ചസ്, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ ക്രിയേറ്റീവ് അപ്രോച്ചസും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഡിറൈവ് ചെയ്യാൻ സഹായിക്കുന്നു. മാസ് മാർക്കറ്റിംഗ്, അതായത് നമ്മളൊരു ഉൽപ്പന്നം ഇപ്പോൾ 10 രൂപയുടെ സോപ്പ് മാത്രമേ മാസ് മാർക്കറ്റ് എല്ലായിടത്തും ഈ 10 രൂപയുടെ സോപ്പേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെ മാസ് മാർക്കറ്റിംഗ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻ ടുഡേസ് എൻവയോൺമെന്റ് ഇറ്റ് ഈസ് ജനറലി ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ബി സക്സസ്ഫുൾ ആസ് മാസ് മാർക്കറ്റിംഗ്. മാസ് മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആവില്ല. മോർ ഓഫറിംഗ് കൊടുക്കാൻ പറ്റുന്നു, ഓരോ സെഗ്മെന്റ് അനുസരിച്ച് പ്രത്യേകം ഓഫർ കൊടുക്കാൻ പറ്റുന്നു അല്ലേ. മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഇൻ ദ സെയിം ഓവറോൾ മാർക്കറ്റ് ബൈ ഡിഫൈനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ സെഗ്മെന്റ്സ്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സെഗ്മെന്റ്, വ്യത്യസ്ത തരത്തിലുള്ള ഓഫറിംഗ് കൊടുക്കാൻ പറ്റുന്നത്. നിക്കി മാർക്കറ്റിംഗ് സ്മാൾ മാർക്കറ്റിംഗ്. Some firms find success Nicky markets means a particular segment of small market is called Nicky markets, and this specialized approach become their basis of their competition advantage. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് തിരിക്കുന്ന സമയത്ത് ഓരോ സ്മാൾ മാർക്കറ്റും അവർ കോമ്പീറ്റ് ചെയ്ത് വളരാൻ നോക്കുന്നത്. ദീസ് ആർ ദ വേരിയസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ലെവൽ. പ്രധാനമായിട്ടും മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഒന്ന് മാസ് മാർക്കറ്റ്, അതായത് സെയിം പ്രോഡക്റ്റ് എല്ലായിടത്തും എത്തിച്ചത് ലോ സെഗ്മെന്റേഷൻ. സെഗ്മെന്റ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് ടു 1 or more സെഗ്മെന്റ്, അതായത് സോപ്പ് തന്നെ ഒരു 3-4 കാറ്റഗറി, അതായത് സം സെഗ്മെന്റേഷൻ. പിന്നെ ഒരെണ്ണമാണ് നിക്കി മാർക്കറ്റ്, അവിടെയാണ് മോർ സെഗ്മെന്റേഷൻ നടക്കുന്നത്. ഡിഫറെന്റ് പ്രോഡക്ട്സ് ടു സബ് ഗ്രൂപ്പ്സ് വിത്തിൻ, വയസ്സായ ആൾക്കാർ, ചെറുപ്പക്കാർക്ക് അല്ലേ, യങ്സ്റ്റേഴ്സിന്, പിന്നെ വില കുറഞ്ഞ, അതിൽ തന്നെ വില കുറഞ്ഞത്, വില ഇടത്തരം, ഹയർ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മോർ സെഗ്മെന്റേഷൻ നടത്തുമ്പോഴാണ് അതിന് നിക്കി മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. മൈക്രോ മാർക്കറ്റ്, അതിനേക്കാൾ കൂടുതൽ സെഗ്മെന്റേഷൻ, പ്രോഡക്ട്സ് ടു സ്യൂട്ട് ദ ടേസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ലൊക്കേഷൻ. ഓരോ സ്ഥലത്തിനും വ്യക്തികൾക്കും അനുസരിച്ചിട്ടുള്ള കാറ്റഗറി അല്ലേ, ഓരോ സ്ഥലത്തെ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടുള്ള സെഗ്മെന്റ്, ആ
തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്ത് അത് പ്രത്യേക സെഗ്മെന്റ് ആക്കി കഴിഞ്ഞാൽ ദിസ് എ കംപ്ലീറ്റ് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മൈക്രോ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലോക്കൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓരോ ബ്രാൻഡും അല്ലെങ്കിൽ ഓരോ പ്രൊമോഷൻസും ഓരോ ലോക്കാലിറ്റിക്ക് വേണ്ടി, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്തിനൊന്നും മലപ്പുറത്തിനൊന്നും അങ്ങനെ പ്രത്യേക ബ്രാൻഡ് എന്താണ് ഓരോ ലൊക്കാലിറ്റി അനുസരിച്ച് സെഗ്മെന്റേഷൻ. ഇറ്റ്സ് മോർ സെഗ്മെന്റേഷൻ, മോർ കാറ്റഗറി ഓഫ് സെഗ്മെന്റേഷൻ, ലോക്കൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. പിന്നെ നമ്മൾ ടൈലർ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗിലേക്ക് വരുന്നുണ്ട്. ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടുള്ള ടൈലറിംഗ് പ്രോഡക്ട്സ് ഓഫ് പ്രോഗ്രാം ടു ഇൻഡിവിജ്വൽ കസ്റ്റമർ. ഓരോ ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേകം ഇൻഡിവിജ്വൽ സെഗ്മെന്റേഷൻ നടക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറി ഓഫ് ലെവൽ ഓഫ് മാർക്കറ്റ്, മാസ് ആയിട്ടുള്ളതുണ്ട്, സെഗ്മെന്റ് ഉണ്ട്, ചെറിയ രീതിയിലുള്ള സെഗ്മെന്റേഷൻ ഉണ്ട്, സ്മാൾ മാർക്കറ്റ് ഉണ്ട്, അതായത് ഡിഫറെന്റ് പ്രോഡക്ട്സ് ആൻഡ് ടു സബ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ സെഗ്മെന്റിൽ ചെറിയ സബ് ഗ്രൂപ്പുകളുണ്ട്. മൈക്രോ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ലൊക്കേഷൻ അനുസരിച്ചുള്ള വളരെ ഹയസ്റ്റ് സെഗ്മെന്റേഷൻ ഉണ്ട്. പിന്നെ ലൊക്കാലിറ്റിക്ക് വേണ്ടി ലോക്കൽ മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ ഉണ്ട്. ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ടുള്ള ടൈലർ മെയ്ഡ് പ്രോഡക്ട്സ് പ്രോഗ്രാം ഉള്ള ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ഉണ്ട്. ദീസ് ആർ ദ വേരിയസ് ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഓക്കെ, ഇതൊക്കെ പഠിച്ചത് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മീനിങ്, ഡെഫിനിഷൻ, മാർക്കറ്റ് സെഗ്മെന്റേഷനിലേക്ക് പോകുമ്പോൾ പ്രോസസ്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ലെവൽ, ക്രൈറ്റീരിയ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. താങ്ക് യു. നല്ല കാണുക, വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. താങ്ക് യു ഓൾ.